നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 28 ബുധനാഴ്ചയാണ്. ആദ്യം ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും എല്ലാം ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ നമ്മൾ US വിപണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെ അതിശക്തമായിട്ടാണ് US വിപണികൾ ക്ലോസ് ചെയ്തത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില താരിഫുകൾ വൈകിപ്പിച്ചതിനെ തുടർന്നും ഉപഭോക്തൃ ആത്മവിശ്വാസം പ്രതീക്ഷിച്ചതിലും കൂടുതൽ നന്നായതുമാണ് ചൊവ്വാഴ്ച വാൾസ്ട്രീറ്റ് ഉയരാൻ കാരണമായത്. ഡൗ ജോൺസ് 1.78% ഉയർന്നു. S&P 500 2.05%, നാസ്ഡാക്ക് 2.47% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 ഇതിനു മുന്നേ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തത് ഫെബ്രുവരി 19 ആ ലെവലിൽ നിന്ന് ഏകദേശം 3.6% മാത്രം അകലെയാണ് ഇപ്പോൾ S&P 500 ട്രേഡ് ചെയ്യുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പെട്ടെന്നുള്ളതും പ്രവചനാതീതവുമായ താരിഫ് തീരുമാനങ്ങൾ കാരണം S&P 500 ഏകദേശം 18.9% ഇടിഞ്ഞിരുന്നത്. അവിടെ നിന്നുമാണ് നല്ലൊരു റിക്കവറി S&P 500 ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എക്കണോമിക് ഡാറ്റയിൽ ഉപഭോക്തൃ ആത്മവിശ്വാസം ഈ മാസം 14.4% ഉയർന്നു. ഇത് വിപണിയിലെ കുതിപ്പിന് കാരണമായി. റിച്ച്മണ്ട് ഫെഡ് പ്രസിഡന്റ് തോമസ് ബാർക്കിൻ ബ്ലൂംബർഗിനോട് പറഞ്ഞത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഡാറ്റ ഉയർന്ന വിലകളോ കൂടുതൽ തൊഴിൽ നഷ്ടങ്ങളോ കാണിക്കുന്നില്ല. മറ്റ് പല ഫെഡ് ഉദ്യോഗസ്ഥരെയും പോലെ ഈ പറയുന്ന എക്കണോമിക് ഡാറ്റകൾ ട്രംപിൻ്റെ താരിഫ് കാരണം പൂർണ്ണമായിട്ടുള്ള ആഘാതം ഉണ്ടായിട്ടില്ല എന്നുള്ള തീർച്ച വന്നു കഴിഞ്ഞാൽ മാത്രമേ പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് US ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്നുള്ള മോണിറ്ററി പോളിസി മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് ഇന്ന് പുറത്തു വരുന്നുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 2% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വിപ്രോ 1.40% നേട്ടത്തിലും, ICICI ബാങ്ക് 0.25% ഇടിവിൽ, HDFC ബാങ്ക് 0.24% നേട്ടത്തിൽ, ഡോക്ടർ റെഡ്ഡി 2.5% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ വിപണികൾ വീണ്ടും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരിക്കുന്നു. യൂറോപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഡിഫൻസ് സ്റ്റോക്കുകളായിരുന്നു. ഇനി സ്പോട്ട് ഗോൾഡിലേക്ക് വന്നാൽ 1.2% ഇന്നലെ ഇടിഞ്ഞത്. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഗോൾഡ് പ്രൈസുകൾ ഒരു ഇടിവിലേക്ക് പോയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 71,480 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $1,80,000. ഓയിൽ പ്രൈസുകളിൽ ഇന്നലെ OPEC പ്ലസ് ഉൽപ്പാദനം ഈ ആഴ്ച വർദ്ധിപ്പിക്കും എന്ന ആശങ്കയിൽ ഏകദേശം 1% ഇടിവാണ് ക്രൂഡ് ഓയിലിൽ ഉണ്ടായത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തകൾ നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്, ITCയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ ബാറ്റ് ITCയിലെ 2.3% ഓഹരികൾ വിൽക്കാനുള്ള പദ്ധതികളുണ്ട്. ഇത് അവരുടെ ഹോൾഡിംഗ് 25.46% നിന്ന് കുറയ്ക്കുകയും ചെയ്യും. ഇത്തരത്തിൽ വിൽപ്പന നടന്നു കഴിഞ്ഞാൽ ഓഹരി 25% പരിധിയിൽ താഴെ എത്തും. ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം വീറ്റോ അവകാശങ്ങളും ബോർഡ് സ്വാധീനവും നഷ്ടപ്പെടാൻ ഇതിലൂടെ സാധ്യതയുണ്ട്. ബാറ്റ് അവസാനമായി 2024 മാർച്ചിൽ ITCയിലെ 3.5% ഓഹരികളാണ് വിറ്റത്. ഏകദേശം $2 ബില്യൺ അവർ സമാഹരിച്ചത്. ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ബ്ലോക്ക് ഡീൽ കൂടിയാണത്. ITCയുടെ മൂല്യം ഏകദേശം 5.42 ലക്ഷം കോടി രൂപയാണ്. ഇത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ITCയെ സംബന്ധിച്ച് ഷോർട്ട് ടേമിലേക്ക് ഇതൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. എന്നാൽ ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു മുഖ്യമായ വാർത്ത കൂടിയുള്ളത്, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അവലോകന പ്രകാരം ഇത്തവണ സാധാരണയിൽ കൂടുതലായിട്ടുള്ള ഒരു മഴ ലഭിക്കും എന്ന് തന്നെയാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഇത് ഖാരിഫ് ക്രോപ്പുകൾക്ക് വളരെ അധികം ഗുണം ചെയ്യും. കൂടാതെ അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പുറത്തു വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക്, ആദ്യം ഇപാക് ഡ്യൂറബിൾ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 35.54% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. 37.71 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.36% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. ഇയർ ഓൺ ഇയറിൽ 643.24 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. അടുത്തത് മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ് എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 51.3 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 53.7% വർധനവ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തി. എബിറ്റയിൽ 29% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂവിൽ 1.3% വർധനവും കമ്പനി രേഖപ്പെടുത്തി. NMDCയുടെ റിസൾട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. റിസൾട്ടിലേക്ക് നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റ് മിസ് ചെയ്തതായിട്ട് കാണാമെങ്കിലും റവന്യൂ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 1483 കോടി രൂപയാണ്.
ഇയർ ഓൺ ഇയറിൽ 4.8% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 8% വർധനവ് രേഖപ്പെടുത്തി 7004.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 2.4% ഇടിവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ITI ആണ്. നെറ്റ് ലോസ് നല്ലവണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ് ലോസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 4.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 238.8 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. ഇനി റവന്യൂവിൽ 74% വർധനവ് രേഖപ്പെടുത്തി 1045.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ബോഷ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 2% ഇടിവ് രേഖപ്പെടുത്തി 554 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ആയി രേഖപ്പെടുത്തിയത് 4910.6 കോടി രൂപ. റവന്യൂവിൽ 16% വർധനവ് രേഖപ്പെടുത്തി. എബിറ്റയിലും 16% വർധനവ് രേഖപ്പെടുത്തി. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 512 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് LICയുടെ റിസൾട്ടിലേക്കാണ്. നെറ്റ് ബിസിനസ് പ്രീമിയത്തിൽ 9% ഇടിവ് കമ്പനി രേഖപ്പെടുത്തി. ടോട്ടൽ APAയിൽ 3% ഇടിവ് വന്നിരിക്കുന്നു. റീറ്റെയിൽ APEയിൽ 9% ഇടിവും വാല്യൂ ഓഫ് ന്യൂ ബിസിനസ്സിൽ 14% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. നെറ്റ് പ്രോഫിറ്റിൽ 38% വർധനവ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നു. 19,013 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. LICയുടെ ടോട്ടൽ ഇൻകത്തിൽ ഒരു ഇടിവും ഉണ്ടായിരിക്കുന്നു. 2,41,625 കോടി രൂപയിലാണ് ടോട്ടൽ ഇൻകം ഉള്ളത്. അതായത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2,50,923 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ടോട്ടൽ ഇൻകം ആയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് 12 രൂപയാണ് കമ്പനി പ്രഖ്യാപിച്ചത്. അടുത്തത് നുവാമ വെൽത്ത് മാനേജ്മെന്റ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 78.6% വർധനവും റവന്യൂവിൽ 16.4% വർധനവും എബിറ്റയിൽ 34.4% വർധനവും കമ്പനി രേഖപ്പെടുത്തി. മികച്ച റിസൾട്ട് തന്നെയാണ്. റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേര് മാത്രം പറയാം. ബാറ്റ ഇന്ത്യ, ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ്, ദീപക് നൈട്രൈറ്റ്, ഡിഷ് TV ഇന്ത്യ, ഫിനോലെക്സ് കേബിൾസ്, ജീനസ് പേപ്പർ ആൻഡ് ബോർഡ്, ഗ്രാനുൾസ് ഇന്ത്യ, ഹോക്കിൻസ് കുക്കേഴ്സ്, ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ്, IFB ഇൻഡസ്ട്രീസ്, ജിൻഡാൽ ഫോട്ടോ, ജിൻഡാൽ വേൾഡ് വൈഡ്, ജിൻഡാൽ പോളി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ്, JSW ഹോൾഡിംഗ്സ്, ജ്യോതി സ്ട്രക്ചേഴ്സ്, MTNL, പോളിപ്ലെക്സ് കോർപ്പ്, TVS സപ്ലൈ ചെയിൻ, ടോളിൻസ് ടയേഴ്സ്, വേരാന്ത ലേണിംഗ് സൊല്യൂഷൻസ്, വെൽപ്സൺ കോർപ്പ് തുടങ്ങിയവയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് ആർക്കെങ്കിലും കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ ഓപ്ഷൻ ട്രേഡിംഗ്, അതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, സൈക്കോളജി എന്നിങ്ങനെ ധാരാളം കാര്യങ്ങളിലൂടെയാണ് ക്ലാസ്സുകൾ കടന്നു പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലുള്ള വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയാണ്. FIS ആണ് ഇന്നലെ വലിയ ബൈയിങ് നടത്തിയത്. 10,105 കോടി രൂപയ്ക്കാണ് ഇന്നലെ അവർ ബൈ ചെയ്ത്. FIS ആവട്ടെ 348 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.48% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.28% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 1.23% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 1.47% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,864 എന്ന നിലയിൽ 2 പോയിന്റ് സബ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമുക്കൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടിന് തന്നെയാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഈ ആഴ്ച അവസാനം നടക്കാനിരിക്കുന്ന OPEC+ യോഗത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഏകദേശം 1% ഇടിവാണ് ഉണ്ടാക്കിയത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $63.96 പെർ ബാരൽ എന്ന നിലയിൽ 0.35% നേട്ടത്തിൽ, WTI ഉള്ളത് $61.31 പെർ ബാരൽ എന്ന നിലയിൽ 0.69% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 24,826-ൽ 0.7% ഇടിഞ്ഞാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, നിഫ്റ്റി 25,000-ന് മുകളിലായിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താമെന്ന്. അതായത് 25,000 മുതൽ 25,050 വരെയുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ലെവലാണ്. അതിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കാൻ ഇതുവരെയും നിഫ്റ്റിക്ക് സാധിച്ചില്ല. വീണ്ടും നിഫ്റ്റിയിൽ ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷൻ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ 25,000 വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് വീണ്ടും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൗൺ സൈഡിൽ ഇനി ആദ്യം നമ്മൾ പ്രധാനപ്പെട്ടതായി കാണേണ്ടത് 24,700 ആണ്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട 20 ഡേ EMA ഒക്കെ ഉള്ള 24,450 മുതൽ 24,500 വരെയുള്ള ആ ഒരു സോൺ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയിൽ 24,520 എന്ന മെയ് 22-ാം തീയതിയിലെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വലിയൊരു ഫോളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരു ഡെയിലി ക്ലോസിംഗ് ഈ ലെവലിന് താഴെയായിട്ട് ഒരു ഡെയിലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ
കുറച്ചുകൂടി ഫോളോ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏതായാലും നാളത്തെ ക്ലോസിംഗ് എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 26,000 സ്ട്രൈക്കിൽ, അതിനുശേഷം 25,000 സ്ട്രൈക്കിൽ, അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,200, അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ATM സ്ട്രൈക്കായി 24,800-ൽ 22% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 131% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,750 സ്ട്രൈക്കിൽ 41% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 191% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,850 സ്ട്രൈക്കിൽ 20% മാത്രം വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 185% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,353-ൽ 219 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 56,000 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വീണ്ടും നിലകൊള്ളുന്നു. ഇന്നലത്തെ ഹൈ ആയിട്ടുള്ളത് 55,831 അതായത് 56,000 ടച്ച് ചെയ്യാൻ ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിക്ക് സാധിക്കുന്നില്ല. ഇനിയൊരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21 ഡേ EMA ആണ്. 54,776-ലാണ് 21 ഡേ EMA ഉള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000-ഉമാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ഈ പെയ്ഡ് ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ടെലഗ്രാം ചാനലിൽ നൽകുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ആ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.